ഭൂമിയുടെ മനസ്സിലൂടെ ഒരു ഹരിത സഞ്ചാരം. മണ്ണ്. നമസ്കാരം. കാഴ്ചകളുമായി മണ്ണ് തുടങ്ങുകയാണ്. കൃഷിയും മൃഗസംരക്ഷണവും സംയോജിക്കുന്ന സമ്മിശ്ര കൃഷിരീതിയാണ് കേരളത്തിൻ്റെ കാർഷിക മുന്നേറ്റത്തിനുള്ള മികച്ച വഴി. ഇത്തരത്തിൽ സമ്മിശ്ര കൃഷിരീതിയിൽ മികച്ച വിജയം നേടുന്ന തൃശ്ശൂർ എരുമപ്പെട്ടിക്കടുത്തുള്ള തിച്ചൂരിലെ തങ്കച്ചൻ സക്കറിയയുടെ പൊന്നൂന്നും എസ്റ്റേറ്റിലെ കാഴ്ചകളാണ് മണ്ണിൽ ഈ ആഴ്ച. എല്ലാവർക്കും മണ്ണിലേക്ക് സ്വാഗതം. കൃഷിയിൽ വിജയിക്കാനും മികച്ച ലാഭം നേടാനും സംയോജിത കൃഷിയിൽ ഏർപ്പെടണമെന്ന് വർഷങ്ങൾക്ക് മുൻപേ മനസ്സിലാക്കി പ്രവർത്തിച്ച കർഷകനാണ് തൃശ്ശൂർ തിച്ചൂരിലുള്ള പൊൻകുന്നം എസ്റ്റേറ്റിലെ തങ്കച്ചൻ സക്കറിയ. പാരമ്പര്യമായി തന്നെ റബ്ബർ കർഷകരാണെങ്കിലും കൃഷി സംയോജിതമാക്കിക്കൊണ്ടാണ് തങ്കച്ചൻ സക്കറിയ കൃഷിയിൽ ഏർപ്പെട്ടു തുടങ്ങിയത്. 80കളുടെ തുടക്കത്തിൽ കുടുംബപരമായി കിട്ടിയ സ്ഥലത്ത് വിവിധ തരം വിളകൾ കൃഷി ചെയ്താണ് കാർഷിക രംഗത്ത് തങ്കച്ചൻ കാൽവെച്ചത്. സമ്മിശ്ര വിളകൾ കൃഷി ചെയ്യുന്നു എന്നതിനോടൊപ്പം മൃഗപരിപാലനത്തിലും ഏർപ്പെട്ടുകൊണ്ടുള്ള സംയോജിത കൃഷി രീതിയാണ് ഇദ്ദേഹം പിന്തുടരുന്നത്. വീടുൾപ്പെടുന്ന 2.5 ഏക്കർ സ്ഥലത്താണ് പ്രധാനമായും വിവിധ വിളകൾ കൃഷി ചെയ്യുന്നത്. റബ്ബറാണ് മുഖ്യ വരുമാനമെങ്കിലും നെൽകൃഷിയിലും സജീവമാണ്. എനിക്ക് ഇതുവരെ കൃഷി ചെയ്തിട്ട് ഒരു കൊല്ലം പോലും നഷ്ടം വന്നിട്ടില്ല. ഒരു 30% വിളവ് കിട്ടും. നല്ല വിളവാണ്. ഈ കൊല്ലം നല്ല വിളവായിരുന്നു. ഈ കൊല്ലവും കഴിഞ്ഞ കൊല്ലവും ഇപ്പം സർക്കാരിലേക്ക് നെല്ല് കൊടുക്കും. പിന്നെ എൻ്റെ ആവശ്യത്തിനുള്ള ഒരു കൊല്ലത്തേക്കുള്ള അരി ഞാൻ ഇതാക്കി വെക്കുകയും ചെയ്യും. 1 ഏക്കർ സ്ഥലം നെൽകൃഷി ചെയ്യുന്നുണ്ട്. 1 ഏക്കർ സ്ഥലത്ത് നിന്ന് എനിക്ക് ഏകദേശം 300 പറ നെല്ല് കിട്ടുന്നുണ്ട്. ആ 300 പറ നെല്ല് പറയുമ്പോൾ ഈ പ്രദേശത്തെ 30% വിളവ്. 30% വിളവെന്ന് പറയുമ്പോൾ ഈ പ്രദേശത്തെ ഏറ്റവും നല്ല വിളവാണ്. കൊയ്ത്തിന് ശേഷം കിട്ടുന്ന മുഴുവൻ വൈക്കോലും ഫാമിൽ തന്നെ വളരുന്ന 3ഓളം ജേഴ്സി പശുക്കൾക്ക് തീറ്റയ്ക്ക് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. പ്രതിദിനം 2 നേരവുമുള്ള വീട്ടാവശ്യത്തിന് ശേഷം പാൽ തൊട്ടടുത്തുള്ള മിൽമയുടെ സഹകരണ സംഘത്തിൽ വിൽക്കുന്നു. മാസം 300 ലിറ്ററിലധികം പാൽ അളക്കുന്ന കർഷകൻ കൂടിയാണ് തങ്കച്ചൻ. പശുക്കളിൽ നിന്ന് കിട്ടുന്ന ചാണകമാണ് തെങ്ങ്, കവുങ്ങ്, പച്ചക്കറി അടക്കമുള്ള എല്ലാ കൃഷിക്കും വളമായി ഉപയോഗിക്കുന്നത്. ഒരു പശുവിന് ഏകദേശം 10 ലിറ്ററോളം പാല് കിട്ടുന്നുണ്ട്. പിന്നെ പശുവളത്തിൽ തുടങ്ങിക്കഴിഞ്ഞപ്പം അതിൻ്റെ വളം ഇതെടുത്താണ് നെൽകൃഷി, കവുങ്ങ് ഇതിലൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിപ്പം വീണ്ടും എന്നിട്ട് ആട് വളത്തിലേക്ക് തിരിഞ്ഞു. ഇപ്പം ആട് വളർത്തുന്നുണ്ട്. 2 ആടുണ്ട്. ജമുനാപാരി ആടുകളെയാണ് ഇവിടെ വളർത്തുന്നത്. ആടിനെ പാൽ കറവയ്ക്കൊന്നും ഉപയോഗിക്കാറില്ല. നിശ്ചിത കാലം വളർത്തിയതിനു ശേഷം ഇറച്ചി വിലയ്ക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. കോഴിയാണ് ഫാമിൽ വളരുന്ന മറ്റൊരിനം. വിവിധ തരത്തിലുള്ള കോഴികളെ ഇവിടെ വളർത്തുന്നുണ്ട്. ഇറച്ചിക്കും മുട്ടയ്ക്കുമായി വളർത്തുന്ന കേരളത്തിൻ്റെ സ്വന്തം ഗ്രാമപ്രിയ, അലങ്കാരത്തിനൊപ്പം ഇറച്ചിക്കും ഉപയോഗിക്കുന്ന ടർക്കി, മുട്ടയ്ക്കും ഇറച്ചിക്കും വളർത്തുന്ന ഗിനി കോഴികൾ, പോരുകോഴികൾ തുടങ്ങിയവയാണ് ഇവ. ഇവയോടൊപ്പം താറാവ്, ബ്രോയിലർ താറാവ്, ഫ്ലൈയിങ് താറാവ് എന്നിവയെയും തങ്കച്ചൻ ഫാമിൽ വളർത്തുന്നുണ്ട്. അലങ്കാര പക്ഷികളാണ് ഫാമിലെ മറ്റൊരിനം. അലങ്കാരത്തിനായി വളർത്തുന്നവയിൽ ലവ് ബേർഡ്സ് ആണ് പ്രധാന ഇനം. ഇവയോടൊപ്പം തന്നെ വളരുന്ന മറ്റൊരു അലങ്കാര പക്ഷിയാണ് ഫിഞ്ചസുകൾ. ചിറകുകളുടെ നിറച്ചാരുതയും ഇമ്പമാർന്ന മാന്ത്രിക ശബ്ദവും തിളങ്ങുന്ന കൊക്കുകളുമാണ് ഫിഞ്ചസുകളെ ആകർഷകമാക്കുന്നത്. ഓസ്ട്രേലിയക്കാരായ ഇവർ ഫാമിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ്. മുയലുകളാണ് തങ്കച്ചൻ്റെ ഫാമിലെ മറ്റൊരിനം. അലങ്കാരത്തോടൊപ്പം ഇറച്ചിക്കും തുകലിനുമായി വളർത്തുന്ന വിവിധ തരം മുയലുകൾ ഇവിടെയുണ്ട്. അങ്കോറ, വൈറ്റ് ചിഞ്ചില, സോവിയറ്റ് ചിഞ്ചില തുടങ്ങിയ ഇനം മുയലുകളെയാണ് ഇവിടെ വളർത്തുന്നത്.
പ്രധാനമായും കുഞ്ഞുങ്ങളുടെ വിൽപ്പനയിലൂടെയാണ് മുയലുകളിൽ നിന്നും തങ്കച്ചൻ വരുമാനം നേടുന്നത്. മരുന്ന് പരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഗിനിപ്പന്നികളും ഇവിടെയുണ്ട്. കാണാൻ എലിയുടെ വലിപ്പമേ ഉള്ളുവെങ്കിലും കൗതുകം നിറഞ്ഞ ചലനങ്ങളും മേനിയഴകുമാണ് ഗിനിപ്പന്നികളെ ഫാമിലെ VIP ആക്കി മാറ്റുന്നത്.